ഇന്ന് നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നിരിക്കുന്ന വീടാണ് ഈ കാണുന്നത്. 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. കണ്ടോ, മുറ്റത്താണെങ്കിൽ 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മീഡിയം ബഡ്ജറ്റ് വീടാണിത്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കണം. കാണാൻ ഇത്രയും ലുക്കുള്ളൊരു വീടാണ്. ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവന്ന് തന്നെ ഉണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഒരുപാട് സെർച്ചിങ്ങാണ്. നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ കുറേ സമയം ഇങ്ങനെ മറ്റുള്ളവരെ വിളിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോണത്. അപ്പോൾ നിങ്ങൾ ദയവായിട്ടൊരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കുക. മുറ്റത്ത് തന്നെ അടിപൊളി ഒരു കിണറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളോ ഒന്നുമില്ലാതെ വീടിൻ്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓണറുടെ നമ്പർ തരും. നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുക, ഓണറോട് ബൈ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ ലിവിങ് ഏരിയയാണ് ഈ കണ്ടത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയയാണ്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് പുറത്തോട്ട് കാണൂല. കണ്ട, നിങ്ങളെ വാഷ് ബേസും കൗണ്ടറായി കാണണം. എല്ലാവരും നല്ല സെറ്റപ്പാണ്. എല്ലാം കണ്ട, ഇതിൻ്റെ റൂമൊക്കെ നോക്കിയോടാ, എന്താ വലിപ്പം നോക്കി. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു വീടാണ്. അപ്പോൾ ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് തുടർന്ന് കാണുകയും വാങ്ങിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീടിന് തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ബാത്റൂമിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അടി നീളമാണ്. നിങ്ങൾ താഴത്തെ ടൈൽ തന്നെ വയ്ക്കും. 2x2 ടൈലാണ് ഇട്ടേക്കണം. ആ ടൈല് 5 എണ്ണം എടുക്കണം. അപ്പോൾ 10 അടി ലെങ്ത്താണ് ബാത്റൂമിന്. 10x4 ഒരു ബാത്റൂം. അത് 40 സ്ക്വയർ ഫീറ്റോളം വരും. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കണം മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡാണ്. ഇത് നിങ്ങളുടെ കിച്ചൺ. നിങ്ങൾക്ക് ഈ വീടിന് കൂടെ തന്നെ ഒരു ഓപ്പൺ കിച്ചണാണ്. മുകളിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ലൈൻ വലിച്ചിട്ടില്ല. ലൈൻ പുറത്ത് കട്ട് ചെയ്തിട്ടേക്കാണ്. സ്വിച്ച് ബോർഡ് കാരണം പുറത്ത് താൽക്കാലിക ഇതെല്ലാം വെച്ചേക്കണം ബോർഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീട്ടിലോട്ട് മാറ്റണം. അപ്പം മാറ്റിയിട്ടില്ല, ഇന്ന് മാറ്റുമെന്നാണ് പറഞ്ഞത്. കണ്ട, കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കിച്ചനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഈ ഇത്തിരി വില കുറഞ്ഞ വീടുകളൊക്കെ ആണെങ്കിൽ അന്വേഷിക്കണം. കാരണം അത്യാവശ്യം വില കുറവിന് നല്ല വീടുകളാണ് നമ്മൾ നോക്കണം. സാധാരണ അത്യാവശ്യം പറമ്പുള്ള വീടുകളൊക്കെയാണ് കൂടുതലും ചെയ്യണത്. കാരണം ഒരു 10-15 സെൻറ്റൊക്കെ ഉള്ളത്. ഇതും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം സ്ഥലമുള്ള കാരണം നമ്മൾ ചെയ്യണം. പുതിയ വീട് വേണ്ട കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ബഡ്ജറ്റ് കുറവായാലും കുഴപ്പമില്ല, സ്ഥലക്കുറവ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ വീട്, ഒരു 3 ബെഡ്റൂം 4 ബെഡ്റൂമുള്ള വീടൊക്കെ വേണം. നമ്മൾ ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യണം. കാരണം അവരെ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളത് ചെയ്യണ്ടേ. കാരണം എല്ലാവർക്കും ഒരുപോലെ പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. പൈസ ഇല്ല, കുറവുള്ളവർക്കും വീട് വേണമല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്യണം. ഇത് ഏകദേശം 4.5 സെൻറ്റ് സ്ഥലമുണ്ട്. 4.5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട്. അപ്പോൾ ആ ഒരു കാരണം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 250 മീറ്ററോളം ഉള്ളു ഈ വീട്ടിലോട്ട്. ടാർ റോഡ് ഫ്രണ്ടേജാണ്. അതുപോലെ തന്നെ 1700 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമൊക്കെയാണ് ഈ വീട്. നിങ്ങൾ വീട് കണ്ടോട്ടോ, വീട് എല്ലാം ശ്രദ്ധിച്ചോ. ബെഡ്റൂം, ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണുള്ളത്. വില കുറവാണെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലൊന്നും വേറെ കുറവൊന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത്. അതേപോലെ തന്നെ നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതാണെങ്കിൽ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പറവൂരിൽ നിന്ന് എറണാകുളത്തോട്ട് പോകണ വഴിക്ക് ചെറിയപ്പള്ളിയിലാണ്. അതിൻ്റെ ബെഡ്റൂം എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ട്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണ്. അതിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. 1 ബെഡ്റൂമിന് ബാത്റൂം ഇല്ല. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഇത് പണിതേക്കണം. അപ്പോൾ ഈ ചെറിയപ്പള്ളി ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 300 മീറ്റർ അകത്തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഹൈവേന്ന്, അതായത് 6 വരിപ്പാതയെന്ന് വെറും 300 മീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 72 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. അത് നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അതുപോലെ തന്നെ ഇതിനൊരു 85% ലോണും കിട്ടും.
അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ. അപ്പോൾ ഏകദേശം ഈ വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 14 ലക്ഷം, ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീട് വാങ്ങിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. ഈ ലോൺ എടുത്ത് വാങ്ങിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. കാരണം നമ്മൾ ലോൺ അടച്ച്, കാരണം ഒരു EMI ഒക്കെ മുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ ആവുന്നത് ലോൺ എമൗണ്ട് കുറക്കാം. പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനമുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോൺ എടുത്ത് കഴിഞ്ഞാൽ ലാഭവും. കാരണം നിങ്ങളൊരു ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭം ലോൺ ചെയ്യും. കാരണം അത്രയും പൈസ നമുക്ക് അങ്ങാടും ഇങ്ങാടും ഉപയോഗിക്കാൻ പറ്റും. ബിസിനസ് ചെയ്താൽ ഇതിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. കണ്ട് ഇവിടെയൊക്കെ തൊട്ട് മുമ്പിലൊക്കെ വീട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലോട്ടിൽ മുഴുവൻ വീട് വന്നുകൊണ്ടിരിക്കുകയാണ്.